ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ചിക്കൻ റോസ്റ്റ് ശരിയാക്കിയാലോ? നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ്, നന്നായിട്ട് കുരുമുളകും കശുവണ്ടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റ്. നല്ല ടേസ്റ്റാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് എനിക്കിതിൽ പ്രത്യേകിച്ച് പരീക്ഷണമൊന്നും നടത്തണ്ട. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചൊരു വിഭവം കൂടിയാണ്. ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് പറഞ്ഞു തരുമോയെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ മണം വരുമ്പോൾ അവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. മഴയൊക്കെ ആയിരുന്നു, ഉരുൾപൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാളായിട്ട്, അതായത് 2 ആഴ്ചയോളമായി വീഡിയോ ഒന്നും ഇടാഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വീഡിയോ അധികം നാൾ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരസ്യം അവർ കട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. നിങ്ങളതുകൊണ്ടൊന്ന് ക്ഷമിക്കുക. നമുക്കതിൽ സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് നമ്മുടെ തൊഴിൽ തുടർന്നുകൊണ്ട് പോകുന്നുള്ളൂ. ഞാനിന്ന് റെസിപ്പി ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് 1 കിലോ ചിക്കനാണ്. 1.5 കിലോൻ്റെ ചിക്കനായിരുന്നു ഞാൻ ഇന്നലെ കുറച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇത് 1 കിലോ ചിക്കനാണ്. നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 തവണയായിട്ട് കഴുകുക. എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 മുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടിയാണ് ചെറുനാരങ്ങ ചേർക്കുന്നത്. തക്കാളി ഇടും, എങ്കിലും പുളിക്ക് വേണ്ടി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തായിട്ട് ഞാൻ ചേർക്കുന്നത് മസാലയാണ്. ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ, സാധാരണ മസാലയല്ല, ബിരിയാണി മസാല. ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് സാധാരണ പാക്കറ്റിൽ മസാലയുടെ പാക്കറ്റൊക്കെ കിട്ടില്ലേ, പൊടിക്കാത്തത്. അതിൻ്റെ കൂട്ട് തന്നെ ഞാൻ കുറച്ച് സജീരകവും ബേ ലീഫില്ലേ, കറുകയില, അത്, പിന്നെ അതിൽ ഏലക്ക ഞാനെടുത്ത് മാറ്റും. എന്നിട്ടൊരു 2-3 നല്ല ഏലക്ക ചേർക്കും. അതിലേലക്ക ഒരു പേട്ട ഏലക്ക ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട്, കുരുമുളക് അതിലുണ്ടാവാറില്ല കേട്ടോ, ചിലതിൽ ഉണ്ടെങ്കിൽ ഞാനത് എടുക്കാറില്ല. ഞാൻ വേറെ സെപ്പറേറ്റ് കുരുമുളകാണ് എടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിക്കും. എന്നിട്ട് ടിന്നിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ മസാല തന്നെയാണ് ഇതിൽ പുരട്ടി വറുക്കാറുള്ളത്. അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ആ മസാല കുറച്ചും കൂടി തൂകുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ ഇടാം കേട്ടോ, അതിൻ്റെ കറക്റ്റ് അളവൊക്കെ വെച്ചിട്ട് ഞാനൊരു ദിവസം വീഡിയോ ഇടാം. ഇനി നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ചിക്കൻ മസാല ഏതാണോ, ഏത് ബ്രാൻഡിൻ്റെ ആയാലും അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിന് നല്ലൊരു എസൻസ് ഒക്കെ ഉണ്ടാവും, ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ആ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ പുറത്ത് വെച്ചിട്ട് അത് പിടിക്കാൻ വെക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ കൂടി പിടിക്കും. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇപ്പം മീൻ വറുക്കുമ്പോഴായാലും ചിക്കനായാലും ബീഫായാലും എന്തായാലും ഇതുപോലെ പുരട്ടിയിട്ട് മസാല അതിലേക്ക് പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും കേട്ടോ. നമുക്കിപ്പോൾ സമയമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങനെ വെക്കുക. ഇതുപോലെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ളത് പറയാം. ഇതുപോലെ വള്ളത്തിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. അത് ചട്ടിയ പൊടി തന്നെ മുകളിലേക്ക് കയറ്റി വെച്ചെന്നേ. അച്ഛ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് ഫ്രിഡ്ജ് തുറന്നു, ചട്ടി പോയിട്ട് താഴോട്ട് വീണ് പൊട്ടിപ്പോയി. നല്ല ചീത്ത കേട്ടു, ശരിക്കും പറഞ്ഞാൽ നല്ല ചീത്ത കേട്ടു. ആര് പറഞ്ഞിട്ട് ചട്ടി കൊണ്ട് ഫ്രിഡ്ജ് വെക്കാമെന്ന് ചോദിച്ചു. അത് മുകളിൽ കൊണ്ട് വെച്ചത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്, നീ എന്ത് കാര്യത്തിന് അങ്ങനെ വെക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അന്നേരം എനിക്ക് പറയാനുള്ള വോയിസ് ഒന്നും ഇല്ലായിരുന്നു. അച്ഛന്മാരോടൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. ഈ ചിക്കൻ ഇവിടെ കിടന്ന് മൊരിയണ നേരത്ത് നമുക്ക് സവാളയും ഉള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചിക്കന് വേണ്ടി 2 വലിയ സവാള, ഒരു സവാള തന്നെ അത് എൻ്റെ കൈൻ്റെ ഉള്ളിൽ ഇത്രയുണ്ട് കണ്ടോ. 2 വലിയ സവാള, 2 വലിയ തക്കാളി, 2 വലുതെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഗ്രേവിക്ക് വേണ്ടി തക്കാളി വേണം. ഒരു 10-12 ഉള്ളി വേണം. പിന്നെ ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു സാമാന്യ വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. വേപ്പില എന്തോരം കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് എടുക്കാം. 3 പച്ചമുളക്. നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് വെക്കാം. ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ടൊന്ന് അടിച്ച് ചമ്മന്തി പോലാക്കരുത്, മിക്സിയിലിട്ട് ചെറുതായിട്ട് ഒരൊറ്റടി ബാക്കോട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുക്കാൻ വെച്ചത് റെഡിയായി കഴിഞ്ഞു. ഇവിടെ ഭയങ്കര മണമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ബിരിയാണി മസാല ഇട്ടല്ലേ നമ്മളിത് വറുക്കണത്.
അപ്പോൾ തന്നെ എല്ലാവരും ചോറ് തിന്നാനായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഈ മസാലയുടെ മണം ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചിക്കൻ കറി കഴിക്കാനായിട്ട് കൊതിയാവുണ്ടാവും. നമ്മൾ കരൾ വറുക്കുമ്പോഴില്ലേ തീ ഓഫ് ചെയ്തിട്ട് വറുക്കണം നല്ലത്. ആ നല്ല ചൂടുള്ള എണ്ണയില്ലേ, നമ്മൾ തീ നന്നായിട്ടിട്ടിട്ട് കരൾ വറുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. അത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള എണ്ണയിൽ കരളങ്ങാട് ഇട്ടേക്കുക. എന്നിട്ട് മറിച്ചും തിരിച്ചൊന്ന് വേവിച്ചെടുക്കുക. എല്ലാ സാധനങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി ചട്ടി വെച്ചിട്ട് കറി വെക്കാൻ തുടങ്ങാം. നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കലാപരിപാടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ സവാള വാട്ടുക. സവാള പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വാടുന്ന വരെ ക്ഷമിക്കുക. കാരണം സവാള വെറുതെ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിലൊരു വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി, ഇഞ്ചിയും പച്ചമുളക് കൂടി മിക്സിയിലടിച്ച് വെച്ചിരിക്കുന്നില്ലേ, അതിടാം. എൻ്റെ മോൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവനെ ഉറക്കാൻ വേണ്ടി ഞാൻ പോകേണ്ടി വന്നു. അപ്പോൾ സവാള ഒന്ന് ശരിക്കും മുരിഞ്ഞു പോയിട്ട്. നിങ്ങൾ ഇത്രയും മുരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഞാനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇടാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി നല്ല ഗ്രേവി ആക്കി എടുക്കണം. നന്നായിട്ട് മെൽറ്റായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ എടുക്കുക. അതുപോലെ തന്നെ ഒരു പിടി കശുവണ്ടി. ആ കശുവണ്ടി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അധികം തേങ്ങാപ്പാൽ ഒഴിക്കരുത്, ഭയങ്കര മട്ടിപ്പായിപ്പം. ഒരു പിടി തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ഒരു പിടി തേങ്ങയുടെ പാല്. പിന്നെ ഇതിലേക്ക് കശുവണ്ടിയും കൂടി ഇടുമല്ലോ, അപ്പോൾ ആകെ കൂടി ഹെവി ആയി പോകരുത്. ഇപ്പം തന്നെ ഓൾറെഡി ഹെവിയാണ്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് ചിക്കനൊന്ന് വേകണം. അപ്പോൾ അതനുസരിച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേണം, 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ വേണം തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കശുവണ്ടിയുടെ ആ പൊടിച്ച കശുവണ്ടി ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒരു പിടി കശുവണ്ടി പൊടിച്ചത് വേണമെന്ന്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഏറ്റവും ടേസ്റ്റ് കൂടാൻ വേണ്ടി നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ വരെ ഇട്ടാൽ മതി. കാരണം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ മസാല, നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അതിടാം. അപ്പോൾ നമുക്കതിട്ടിട്ട് ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കറി നിർത്താം. നമ്മളുടെ വീട്ടിൽ മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇടാം കേട്ടോ. ഒരു പിടി പുതിനയില അധികം ഇടരുത്, മല്ലിയില ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല വേണമെങ്കിൽ ലാസ്റ്റായിട്ട് ഒന്നും കൂടി തൂകാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിക്കൻ മസാല തന്നെ തൂകിയാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. സൂപ്പർ ചിക്കൻ കറി കണ്ടോ, തിക്ക് ഗ്രേവിയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് പാറ പറഞ്ഞു തരും. പാറ കഴിച്ച് നോക്കുകയാണ്. പാറുവിന് ചിക്കൻ്റെ കാല് വേണമെന്നാണ് കേട്ടോ നിർബന്ധം. എങ്ങനെയുണ്ട്? പാറ നേരത്തെ പഠിച്ചു വെച്ചേക്കണ. അപ്പോൾ നിങ്ങൾ ചിക്കൻ കറി കണ്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അടുത്ത ഡിഷുമായിട്ട് വരാം. ടാറ്റാ.